എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് അതായത് നാളെ അവസാനിക്കും. അപ്പോൾ ജൂൺ 17-ാം തീയതി വരെയാണ് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിങ്ങൾ ആ ഒരു ട്രാൻസാക്ഷൻ സക്സസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ റെസിപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടെമ്പററി അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ഈ ഒരു 19-ാം തീയതി വരെ നൽകുകയും അതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ പ്രകാരമുള്ള ദിവസം കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ 19-ാം തീയതിക്കകം ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് എന്താണ് അബാർ ID എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു abc.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റുമായി വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പുതിയ അബാർ ID ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അതായത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അതായത് മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഇതാണ് അബാർ ID എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അബാർ ID ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അബാർ ID കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അതായത് ആർക്കെങ്കിലും അതായത് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുകയാണെങ്കിൽ ഈ ഒരു അബാർ ID ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് അതായത് മറ്റൊരു കോളേജിലേക്ക് ആ ഒരു നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു അതായത് അക്കാദമിക് ബാങ്കാണ് ഈ ഒരു അബാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡിജി ലോക്കർ വഴി നിങ്ങൾക്ക് അബാർ ID സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് എത്ര അതായത് ഈ ഒരു ABC അക്കൗണ്ടുകളാണ് ഓരോ ജില്ലയിലും ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതായത് കേരളം സെലക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇത്രയും അക്കൗണ്ടുകളാണ് ഇപ്പോൾ നിലവിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഏകദേശം 4,45,000 സംതിങ് സീറ്റുകളുണ്ട്. അപ്പോൾ അബാർ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു പേജിൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്പോൾ അബാർ ID ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു വീഡിയോ ഇവിടെ ലിങ്ക് ഈ ഒരു പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അബാർ ID കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ABCയുടെ അതായത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അബാർ ID എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ് അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു അതായത് അബാർ IDയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അബാർ ID നൽകുന്നതെന്ന് ഇങ്ങനെയൊക്കെയുള്ള വിവിധ ഡീറ്റെയിൽസുകൾ ഇതിൽ ഈ ഒരു സൈഡിലെ ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് അതായത് ഹോം പേജിലേക്ക് പോകാം. അപ്പോൾ ഹോം പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ലോഗിൻ ടു ഡിജി ലോക്കർ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് വെച്ച് ഈ ഒരു അബാർ ID അല്ലെങ്കിൽ ABC ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് ഉണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഈ ഒരു സെലക്ട് യുവർ യൂണിവേഴ്സിറ്റി ആൻഡ് ക്ലിക്ക് ഓൺ ജനറേറ്റ് അബാർ ID എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ട്യൂട്ടോറിയൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അതായത് ABC അക്കൗണ്ട് അതായത് ഈ ഒരു ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അബാർ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ട്യൂട്ടോറിയലും ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് ഡിജി ലോക്കർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു അതായത് ഈ ഒരു
abc.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അബാർ ID കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യും, പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ മാറുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് സ്കോർ ആ ഒരു യൂണിവേഴ്സിറ്റി കൂടി ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ വേണ്ടിയിട്ടാണ് ഈ ഒരു അബാർ ID യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അതായത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതുവഴി എങ്ങനെ ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ലിങ്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് ബാച്ച് വീഡിയോ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് അബാർ ID ഈ ഒരു പേജിൽ നൽകിയിട്ടുള്ള ആ ഒരു സ്കാൻ ചെയ്യാനായിട്ടുള്ള നൽകിയുള്ള ആ ഒരു QR കോഡ് വഴിയും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് അക്കാദമിക് ട്രാൻസ്ഫറൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അബാർ ID യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.